1996 ഇന്ത്യൻ എന്നും പറഞ്ഞിട്ട് ഒരു സിനിമ ഇറങ്ങിയിട്ടുള്ളത്. അതിൽ നായകൻ കമലഹാസനാണ്. ആ സിനിമ ഞാൻ കണ്ടിട്ടില്ല. കുറേ കാലങ്ങൾക്ക് മുമ്പാണല്ലോ. ഇപ്പം ഞാൻ ട്രെയിലറും ടീസറും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഇപ്പം വന്ന സിനിമ ഞാൻ ശ്രദ്ധിക്കാനിടയായി. ആ സിനിമയുടെ പേരാണ് ഇന്ത്യൻ 2. ഇതിൽ കമലഹാസനാണ് അഭിനയിച്ചിരിക്കുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ஊராடா இது? படிப்புக்கேத்த வேலை இல்ல, வேலைக்கேத்த சம்பளம் இல்ல, கட்டுற டாக்ஸ்க்கு தகுந்த ஃபெசிலிட்டிஸ் கிடைக்கிறது இல்ல. திருடுறவன் திருடிட்டு தான் இருக்க போறான், தப்பு செய்யறவன் தப்பு செஞ்சுட்டு தான் இருப்பான். நம்மள ஆளாளுக்கு ஊரை குறை சொல்லிக்கிட்டே இருக்கும். சிஸ்டம் சரியில்லை, சரி பண்ணணும் வாய்க்குரிய பேசுவோம். ஆனா அது சரி செய்யறதுக்கு ஒரு துரும்ப கூட கிள்ளி போடுறது இல்ல. just barking dogs. அதனால தான் கத்திக்கிட்டு இருக்கோம். இவங்க எல்லாரையும் கடிச்சு கொதற ஒரு ஹண்டிங் டாக் வரணும். அப்படி யாரா இருக்கா? இருந்தாரு. Indian. Name Senapati. Freedom fighter. என்ன கர்மம் சார் இது? கர்மம் இல்ல, வர்மம். அவர் திரும்பி வரணும். കമലഹാസന്റെ സിനിമയിലെല്ലാം പുതിയ പുതിയ നല്ല ഫീച്ചറുകളാണ്. ஒரு தப்பு செஞ்சா அதுகிட்ட இருந்து தப்பிக்கவே முடியாதுன்ற பயம் வரணும். என் கேரியர்ல நான் முடிக்காம போன ஒரே ஒரு கேஸ் சேனாபதி. பேசாம இவனை ஆன்டி இந்தியன் அறிவிச்சிடலாமா? சின்ன வயசுல நேர்மை தவறக்கூடாது, பொய் சொல்லாத, திருடாதன்னு நீங்க தானே சொல்லி தந்தீங்க. வளர்ந்த அப்புறம் இதெல்லாம் செஞ்சாதான் வாழ முடியும்னு சொல்றீங்க. இது இரண்டாவது சுதந்திர போர். காந்திய வழியில நீங்க, ട്രെയിലർ കണ്ടാൽ നമ്മൾ நேதாஜி வழியில நான். ஓடவும் முடியாது, ஒளியவும் முடியாது. டாமன் ஜெரி ஆட்டம் ஆரம்பிச்சிருச்சு. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തത് ശങ്കറാണ്. അപ്പോൾ ഇന്ത്യൻ എന്ന് പറയുന്നത് 1996 ഇറങ്ങിയപ്പം കണ്ട കുറേ ആൾക്കാർ അത് കണ്ടു കാണുമല്ലോ. അവർക്കൊന്നും ഇപ്പോഴത്തെ ഈ ട്രെയിലർ അത്രയ്ക്ക് അങ്ങോട്ട് ദഹിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഞാൻ ആദ്യത്തെ ആ സിനിമ കണ്ടില്ലല്ലോ. അതുകൊണ്ട് ഈ പുതിയ ട്രെയിലർ കണ്ടപ്പം എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് കമലഹാസൻ, സിദ്ധാർത്ഥ നാരായണൻ, എസ്.ജെ. സൂര്യ, പിന്നെ നെടുമുടി വേണു. അപ്പം നെടുമുടി വേണു മരിച്ചതിന് ശേഷമാണ് ഈ സിനിമ എടുത്തേക്കുന്നത്. അപ്പോൾ അത്രയും ടെക്നോളജി ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തേക്കുന്നത് ശങ്കറാണ്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി രവി വർമ്മനാണ്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് അനിരുദ്ധാണ്. പിന്നെ ഇതിൻ്റെ VFX ബി ശ്രീനിവാസാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജൂലൈ 12-ാം തീയതിയാണ് ഈ സിനിമ വേൾഡ് വൈഡ് റിലീസാവുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും.